ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി മധുശ്രീ ചെയ്ത ആ ഒരു പണി ഇനി ശ്യാമക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ശ്യാമയാണ് ആ ചെറി കഴിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ തമ്മിൽ തല്ലുകൂടിയത് കൊണ്ട് തന്നെ പരസ്പരം അവർക്കിടയിൽ ഒരു സ്നേഹം ശ്യാമ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ശ്യാമ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഞങ്ങളിൽ ഒരു ബോധം ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ അമ്മയല്ലേ, അതുകൊണ്ട് ആൻറ്റി തന്നെ ഈ ചെറി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ചെറി ശ്യാമയുടെ വായിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ താഴെ ഈ ഒരു ബഹളം കേൾക്കുന്നത് കൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ കാലിൽ മുറിയായത് കൊണ്ട് തന്നെ സത്യഭാമയും രോഹിത്തും രാഘവനൊക്കെ നിലവിളിക്കുകയാണ്. എന്താണ് നിനക്ക് പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വിഷ്ണു പറയണ എന്താണെന്ന് അറിയില്ല അമ്മേ, എനിക്ക് പറ്റിയത് എന്നിൽ നിന്ന് തന്നെയാണ്. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണൊന്ന് മഞ്ഞളിച്ചതുപോലെ തോന്നി, അതുകൊണ്ട് കയ്യിൽ നിന്നും ബൈക്ക് അങ്ങ് പോയി എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം ഇവിടെ ഇങ്ങനെ കാർത്തികക്ക് തോന്നുന്നു, ഈശ്വര ഈ പാവം മനുഷ്യനാണല്ലോ ആ മരുന്ന് കഴിച്ചിരിക്കുന്നത്, എന്തായാലും ഇയാൾക്ക് ആൻറ്റിഡോസ് കൊടുക്കണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇപ്പുറത്ത് സത്യഭാമ അങ്ങനെ കലിതുള്ളി പറയുന്നത്, നിൻ്റെ മനസ്സിന് സമാധാനം കിട്ടാത്തത് കൊണ്ടാണോ, എന്തിനാ മോനെ നീ ഇത് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അതിനെങ്ങനെ അവൻ്റെ മനസ്സറിയാൻ ഒരു അമ്മയായ നിനക്ക് കഴിയില്ലല്ലേ, ഏത് സമയം അവനെ ഇട്ട് നീ കഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്, അവൻ്റെ മനസ്സിൻ്റെ വേദന എന്നൊന്നും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്കില്ലാതെ പോയി, അതിന് രണ്ട് മക്കളുടെയും വിഷമം അറിയുന്ന ഒരു അമ്മയല്ലല്ലോ, അമ്മക്കാണെങ്കിലോ അമ്മയുടെ വാശി നടക്കണം, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ രാഘവൻ ഇങ്ങനെ കലി തുള്ളണം കേട്ടോ. ഇതേ സമയം ശ്യാമക്കാണെങ്കിലോ തലങ്ങനെ കറങ്ങി കറങ്ങി വരുന്നുണ്ട്. ശ്യാമ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ശ്യാമക്കൊരക്ഷരം മിണ്ടാനാവുന്നില്ല. രോഹിത് എന്നൊരു വിളി വിളിക്കാൻ പോലും കഴിയുന്നില്ല. ശ്യാമ എന്താ ചെയ്യാന്നറിയാതെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ശ്യാമ പിടുത്തം, അതായത് സ്റ്റെയറിൻ്റെ ഹാൻഡിലുമേ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ശ്യാമക്ക് പിടി വിട്ടു പോവാണ് കേട്ടോ. ഈ സമയം സത്യഭാമയും രാഘവനും കൂടി വഴക്ക് കൂടിയും കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടണ്ട, എങ്ങനെ വഴക്ക് കൂടാതിരിക്കും, ഇതുവരെ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് എന്താണ്, നിനക്കിതൊക്കെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, നിൻ്റെ മനസ്സിന് യാതൊരുവിധ സമാധാനവും അവൾ നിനക്ക് തരുന്നില്ലല്ലോ, നിൻ്റെ മനസ്സിൻ്റെ സന്തോഷം എന്താണെന്ന് അവൾ തിരിച്ചറിയുന്നില്ലല്ലോ, നിൻ്റെ അമ്മയാണ് ഇതിനൊക്കെ കാരണം. ഏതിന് പോകുന്നതും നിങ്ങളെൻ്റെ തലയിൽ ഇട്ടോളൂ രാഘവേട്ട, നിങ്ങൾക്ക് അത് തന്നെയാണല്ലോ പണി, അവൻ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവൾ ഈ നിൽക്കുന്ന കാർത്തികയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ. എൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ അതിലൊരു കാര്യമുണ്ടായിരുന്നു, ഇത് എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അവൻ്റെ ഇഷ്ടത്തിന് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, പിന്നെ ഞാനൊരു മുഹൂർത്തം കുറിച്ചതാണോ ഇവിടെ ഇപ്പം ഇത്ര വല്ലാതെ തെറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കൂടുന്ന സമയത്ത് പെട്ടെന്ന് കാണാം ശ്യാമ ഇടപെടുന്നതിനെ സ്റ്റെയറിൽ നിന്ന് ഉരുണ്ട് വീഴുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശ്യാമ മുകളിൽ നിന്ന് വീണ് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ രോഹിത് ക്ഷമയെ എന്ന് പറഞ്ഞ് അങ്ങ് നിലവിളിക്കാണ്. അപ്പോഴേക്കും സത്യഭാമയും ഈ പറയുന്ന രാഘവനും പൊന്നിയൊക്കെ ഓടിച്ചെല്ലാണ്. എന്താണ് ശ്യാമക്ക് സംഭവിച്ചത്, എന്താണ് ഇപ്പോൾ പെട്ടെന്ന് സ്റ്റെയറിൽ നിന്ന് വീണെന്നറിയാതെ അവരെല്ലാവരും പകച്ചു പോവാണ്. പക്ഷേ വിഷ്ണുവിനാണെങ്കിലോ എണീക്കാൻ പോലും കഴിയുന്നില്ല. വിഷ്ണു എണീക്കുമ്പോൾ കാലൊടിഞ്ഞു പോകുന്നു. അങ്ങനെ വിഷ്ണു എന്ത് ചെയ്യുന്നു, ക്ഷമയെ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ക്ഷമയുടെ അരികിലെത്തുകയാണ്. അങ്ങനെ രോഹിത് ക്ഷമേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ക്ഷമയുടെ നെറ്റിൽ നിന്ന് ചോര നിൽക്കാതെ വരുന്നുണ്ട്. ക്ഷമയുടെ ബോധം ആ സ്പോട്ടിന് പോയിരിക്കുന്നു കേട്ടോ. കാരണം ബോധം പോയത് ഈ ഒരു വീണത് കൊണ്ടല്ല എന്ന് ഇവർക്ക് അറിയില്ല. ആൻറ്റി ഈ ഒരു മരുന്നുണ്ടല്ലോ, അതായത് മധുശ്രീ കൊടുത്ത ആ മരുന്നുണ്ടല്ലോ, ആ മരുന്ന് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് മനസ്സിലാക്കുന്ന കാർത്തികയാണെങ്കിലോ ഇതുവരെയും വിഷ്ണുവാണ് അത് കഴിച്ചത്, അതിനൊരു ആൻറ്റിഡോസ് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ശ്യാമ വീഴുന്നത്. ഈശ്വരൻ ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്, ആരാണിത് കഴിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, ഇവരിനിപ്പോൾ അടിതെറ്റി വീണതായിരിക്കുമോ എന്നിങ്ങനെ കാർത്തിക ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ രോഹിത ശ്യാമയെ വീണ്ടും വിളിക്കുമ്പോൾ ശ്യാമ കണ്ണു തുറക്കുന്നില്ല. അപ്പോഴേക്കും രാഘവൻ പറയുന്നുണ്ട്, പൊന്നി വെള്ളം കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്യാമയുടെ മുഖത്ത് കൊടഞ്ഞു നോക്കും, പക്ഷേ ശ്യാമ കണ്ണു തുറക്കുന്നില്ല. നെറ്റിയിൽ നിന്ന് ചോര നിൽക്കാതെ വരുന്നത് കൊണ്ട് തന്നെ രോഹിത് എന്ത് ചെയ്യുന്നു, തൻ്റെ കൈകളിൽ കോരിയെടുക്കണം. അപ്പോഴേക്കും വിഷ്ണു പെട്ടെന്ന് കൊണ്ടുപോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണുവിന് എണിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സത്യാമ്മ പറയണേ, ഞാൻ പൊയ്ക്കോളാം, നീ ഇവിടെ ഇരുന്നു എന്ന് പറയണം. അപ്പോൾ രാഘവൻ പറയണേ, നീ പോണ്ട മോനെ എന്ന് രാഘവനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം
രോഹിത്തും ഈ പറയുന്ന സത്യഭാമയും കൂട്ടിയിട്ട് ശ്യാമയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇതേ സമയം ഇതൊക്കെ ദൈവത്തിൻ്റെ കളികളാണ്. എൻ്റെ ഭാര്യ എന്ന് പറയുന്നവർ അവൾ ചെയ്യുന്ന ക്രൂരതകൾക്ക് ദൈവം തിരിച്ചടി കൊടുക്കുന്നതാണ്. ഒരു മഹാലക്ഷ്മിയാണ് ഈ വീടിൻ്റെ പടിയിറക്കിയിരിക്കുന്നത്. അവളുടെ കണ്ണീരിൻ്റെ ഫലമാണ് ഇത്. നീയും കൊണ്ട് അനുഭവിച്ചടാ. നിൻ്റെ കാലിനും അത് തന്നെയാടാ കിട്ടിയത്. നീ നിൻ്റെ ഭാര്യയെ വിഷമിപ്പിച്ചതിൽ ഒന്നും അറിയാത്ത ആ പെണ്ണിൻ്റെ മനസ്സറിയാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടിയതിൻ്റെ പ്രതിഫലമാണ് എന്നൊക്കെ ഇങ്ങനെ രാഘവൻ പറയുന്നു കേട്ടോ. അപ്പോഴാണെങ്കിലോ വിഷ്ണു ഭയങ്കര സങ്കടത്തിലായിരിക്കും. വിഷ്ണുവിന് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ രാഘവൻ പറയണ, പൊന്നി നീ പെട്ടെന്ന് ശാരദാമ്മയെ വിവരം അറിയിക്കുക. ഇതങ്ങനെ മറച്ചു വെക്കാനൊന്നും പറ്റില്ല. സ്റ്റെയറിൽ നിന്ന് വീണിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് ദൈവത്തിന് തന്നെ കണ്ടറിയാം. അമ്മയും മകനും കൂടി ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പ്രതിഫലമൊക്കെ അനുഭവിക്കുന്ന മറ്റുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തെല്ലാം കാണണം, ഇനി എന്തെല്ലാം കേൾക്കണം. ഒരു പെണ്ണിൻ്റെ കണ്ണുനീരാണ് ഈ വീട്ടിൽ വീണിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാഘവൻ അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പെട്ടെന്ന് പൊന്നി ഫോണെടുത്ത് ശാരദാമ്മക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മക്ക് വിളിക്കുമ്പോൾ ശാരദാമ്മ ഫോൺ എടുക്കില്ല. അങ്ങനെ പിന്നീട് ശാലിനിക്ക് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ ശാലിനിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. കാരണം വിഷ്ണുവിനോട് എന്ത് പറഞ്ഞിട്ടും വിഷ്ണു വിശ്വസിക്കുന്നില്ലല്ലോ. തന്നെ ഏത് തരത്തിൽ മനസ്സിലാക്കുന്ന വിഷ്ണു പോലും കൈവിട്ടു പോയില്ല. ആ ഒരു സങ്കടത്തോട് കൂടിയിട്ട് ശാലിനി നിൽക്കുമ്പോഴാണ് തനിക്ക് ഫോൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശാലിനി പറയുന്നുണ്ട്, ഇത് പൊന്നിയാണല്ലോ, എന്താണാവോ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പൊന്നി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മുടെ ശ്യാമമോളില്ലേ, ശ്യാമക്ക് എന്ത് പറ്റി, ശ്യാമ സ്റ്റെയറിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ശാലിനി അങ്ങ് ഞെട്ടിപ്പോകണം. എന്താ ഈ പറയുന്നത്? ആ ശ്യാമ വീണിരിക്കുന്നു, എന്നിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറയും. ഇന്ന ഹോസ്പിറ്റലിലോട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇതേ സമയം ക്ഷമയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ കാണിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ പരിശോധന തുടങ്ങണം. അപ്പോൾ ഡോക്ടർക്ക് പരിശോധന തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർക്ക് എന്തൊക്കെ പന്തികേട് തോന്നണം കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട്, ഈ കുട്ടി വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യവുമായിട്ടാണ് സത്യാമ്മയുടെ മുന്നിൽ വരുന്നത്. സത്യാമ്മ ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, എന്താ ഇപ്പോൾ ഈ പറയുന്നത്? ശ്യാമ വിഷം കഴിക്കുക, എന്താ ഡോക്ടർ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ വിഷം കഴിച്ചിട്ടുണ്ട്, അതിനെന്തോ കാര്യമായിട്ടുള്ള ടെൻഷനുണ്ട്. എന്ത് ടെൻഷനാണ് നിങ്ങളുടെ വീട്ടിൽ ആ കുട്ടിക്കുള്ളത്? ഇത് പോലീസ് കേസ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമയെ ഡോക്ടർ ചോദ്യം ചെയ്ത് വരികയാണ് കേട്ടോ. അങ്ങനെ ഇനി വിഷ്ണുവും ഈ പറയുന്ന ശാലിനി ഇക്കാര്യത്തിൻ്റെ പേരിൽ സത്യാമ്മയുടെ വീട്ടിൽ ഒത്തിരി ദിവസം നിൽക്കും. ശാലിനി വിഷ്ണുവിൻ്റെ റൂമിലൊക്കെ വന്ന് നിന്ന് ശ്യാമ ഓരോ കുസൃതികൾ ചെയ്യുമ്പോൾ ശാലിനിയും വിഷ്ണു ഒരു റൂമിൽ നിൽക്കുകയും പിന്നീട് ഒരു റൂമിൽ കഴിയേണ്ടി വരികയൊക്കെ ഒരു സീനുണ്ട് കേട്ടോ. അപ്പം നല്ല നല്ല കിടക്കൻ സീനാണ്. ഇനി വിഷ്ണു സത്യങ്ങൾ കണ്ടെത്തുന്നത് വേറൊരു മുഖേനയാണ്. അത് ശാലിനി പോലും അറിയാത്ത ഒരു ചെറിയൊരു പരിപാടിയിലൂടെ വിഷ്ണു സത്യങ്ങൾ കണ്ടെത്തും കേട്ടോ. ഇതേ സമയം ഒരുപാട് തവണ സത്യാമ്മക്ക് മുന്നിൽ ശാരദാമ്മ സത്യങ്ങൾ തുറന്നു പറയാൻ വരും. പക്ഷേ സത്യാമ്മയുടെ ഈഗോ അത് തന്നെ തന്നെക്കാൾ മുകളിൽ ശാലിനി വളരുന്നു എന്ന ആ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ സത്യാമ്മ ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ സത്യാമ്മക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ സത്യാമ്മ ശാരദാമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളാണെന്ന് കരുതിയിട്ട് ശാരദാമ്മയുടെ വാക്കുകൾ തള്ളിക്കളയുമ്പോൾ വിഷ്ണുവിനോട് ചെന്നിട്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയട്ടോ. നിനക്ക് 2 കുഞ്ഞുങ്ങളാണ്, ഇരട്ട കുഞ്ഞുങ്ങളാടാ നിനക്ക് ജനിച്ചത്, അന്നാണ് ഇങ്ങനെ അബോർഷൻ ഉണ്ടായത് എന്നുള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനിയൊക്കെ വരാനിരിക്കുന്നത്. അപ്പോൾ ഇനി സത്യഭാമയുടെ കണ്ണ് തുറക്കുക ഒരാളിലൂടെയാണ്. അതെന്തായാലും അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ. അപ്പോൾ ഇതുപോലെ റിവ്യൂ ഈ ചാനലിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും കേട്ടോ.